25-ാം തീയതി 2-ാം മാസത്തിലാണ് കൃപാസനത്തിൽ ആദ്യമായിട്ട് വരുന്നത്. ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുക്കുമ്പോൾ ഒരു 1000 കടലോട സങ്കടവുമായിട്ടാണ് ഞാൻ അമ്മയുടെ അടുത്ത് വന്നത്. എൻ്റെ ഹസ്ബൻഡിന് കിഡ്നി സ്റ്റോൺ ആവുകയും റൈറ്റ് സൈഡിലെ കിഡ്നി മുഴുവൻ ഇൻഫെക്ഷനായി പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ വേണമെന്ന് പറയുകയും അങ്ങനെ യാതൊരു നിവൃത്തിയുമില്ലാതിരുന്ന സമയത്ത് വീട് 5 സെൻറ്റ് സ്ഥലമേ ആകെ ഉണ്ടായിരുന്നുള്ളൂ. ആ സ്ഥലത്തിൻ്റെ രേഖ കൊണ്ട് പണയം വെക്കുകയും അത് ഓപ്പറേഷൻ നടത്തുകയും ചെയ്തു. ഒരിക്കലും അത് തിരിച്ചെടുക്കാൻ പറ്റില്ലെന്ന് നാട്ടുകാരും വീട്ടുകാരും പറഞ്ഞു. ആ സ്ഥലം പോയി, കിടപ്പാടം പോയി എന്ന് എല്ലാവരും പറഞ്ഞു. അങ്ങനെ ആ വേദനയുടെ സമയത്താണ് ഞാനിവിടെ വരുന്നതും അമ്മേനെ കാണുന്നതും അച്ഛൻ്റെ പ്രസംഗം കേൾക്കുന്ന പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നതും. വേദനയോടെ ഞാൻ പ്രാർത്ഥിച്ചു, അമ്മേ, ഞാൻ 1-ാമത്തെ ഉടമ്പടി അതാണ് വെച്ചത്. എൻ്റെ 5 സെൻറ്റ് സ്ഥലം കിടപ്പാടം നഷ്ടപ്പെടാതെ അമ്മേ എനിക്കത് എടുക്കാൻ കഴിയണേ. കാരണം എൻ്റെ മുന്നിൽ യാതൊരു പ്രതീക്ഷയില്ലായിരുന്നു, എൻ്റെ മുമ്പിൽ യാതൊരു വഴിയുമില്ലായിരുന്നു. എങ്കിലും ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, നിനക്ക് അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ അമ്മേ, നീ കാണണം എൻ്റെ വേദന എന്ന്. ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എന്നെ ഒരാൾ അത്ഭുതകരമായി സഹായിക്കുകയും എനിക്ക് ആ സ്ഥലത്തിൻ്റെ രേഖ എടുക്കാൻ സാധിക്കുകയും ചെയ്തു. 2-ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, എൻ്റെ മക്കൾക്ക് എന്നും കടുത്ത പനിയായിരുന്നു. ഒരാഴ്ച നിരന്തരം 2 വർഷമായിട്ട് ഒരാളെ കൊണ്ടുവരുമ്പോൾ ഒരാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട അവസ്ഥയായിരുന്നു. 3 മക്കളാണ്. ആ മക്കളെ മാറി മാറി ആശുപത്രി കൊണ്ടുപോയി അടുത്തെല്ലാവരും കളിയാക്കാൻ തുടങ്ങി. ഭയങ്കര ഭക്തിയാണ്, എന്നിട്ട് അവളുടെ മക്കൾക്ക് എന്ന് രോഗമാണെന്ന് പറഞ്ഞ് പുച്ഛിച്ച് കളിയാക്കാൻ തുടങ്ങി. ഞാൻ ആരോടും പരാതിപ്പെട്ടില്ല, അമ്മയോട് മാത്രം കരയാൻ പറയുകയും ചെയ്തു. 2-ാമത്തെ എൻ്റെ ഉടമ്പടി അതായിരുന്നു. ഇവിടുന്ന് അവിടെ ചെന്നതിന് ശേഷം ഒരിക്കലും ഇന്ന് ഈ നിമിഷം വരെ എൻ്റെ മക്കളെയും കൊണ്ട് പനിയായിട്ടൊരു മരുന്നിന് പോകേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല. അമ്മ മാതാവിന് 1000 നന്ദി. 3-ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, എൻ്റെ മകൻ ഒരു ഹാർട്ട് പേഷ്യൻ്റാണ്, ഇളയ മോന്. അവൻ്റെ ഹാർട്ടിൻ്റെ വാൽവ് ചുരുങ്ങുന്ന ഒരു പ്രശ്നമുണ്ട്. അവനെ ഒത്തിരി കരയുകയും ചിരിക്കുകയും ചെയ്യാൻ പാടില്ല. അപ്പോൾ അവൻ്റെ വൃഷ്ണങ്ങൾ 2 മേളിലോട്ട് കയറുകയും അതിഭയങ്കരമായ വേദന അനുഭവിക്കുകയും ചെയ്തു. ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. അതും ഞാൻ അമ്മയുടെ മധ്യസ്ഥം വെച്ചു. അമ്മേ, എൻ്റെ വേദനകൾ പറയാൻ ഈ ലോകത്തിൽ ആരുമില്ല, നീ മാത്രമേ ഉള്ളൂ, നിൻ്റെ തിരുക്കുമാരനോട് പറയണമെന്ന്. ഞാൻ എൻ്റെ ചങ്കു പൊട്ടി കരഞ്ഞാണ് ഞാൻ പ്രാർത്ഥിച്ചത്, എനിക്ക് ആരുമില്ല എന്ന്. അതിൻ്റെ ഫലമായിട്ട് ഇവിടുന്ന് ഞാൻ കൊണ്ടുപോയി നേർച്ച തേന് കൊടുക്കുകയും തൈലം അവൻ്റെ വൃഷ്ണങ്ങളിൽ ആ സമയത്ത് പുരട്ടി കൊടുക്കുകയും ചെയ്തു. അത്ഭുതമെന്ന് പറയട്ടെ സഹോദരങ്ങളെ, ഇന്ന് ഈ നിമിഷം വരെ എൻ്റെ മകന് ആ ഒരു രോഗം വന്നിട്ടില്ല. പരിശുദ്ധ അമ്മയ്ക്ക് 1000 നന്ദി. എൻ്റെ കുഞ്ഞുനാളിൽ എന്നെ ആൻറ്റി പഠിപ്പിച്ചൊരു പ്രാർത്ഥനയുണ്ട്, എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമേ, പാപികളുടെ സങ്കേതമേ, പരിശുദ്ധ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് നിരന്തര സുഹൃത്ത് ജപമായിട്ട് ചൊല്ലി നടക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ അമ്മയ്ക്ക് വേണ്ടി 1000 നന്ദി, 1000 നന്ദി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.